നമസ്കാരം, എല്ലാവർക്കും ഷേർലീസ് മൈക്രോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ചിക്കൻ മപ്പാസ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നിങ്ങളുടെ ലൈക്കും കമൻസും ഒക്കെയാണ് നമ്മളുടെ പ്രോത്സാഹനം. ഇനി സമയം കളയുന്നില്ല, നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇത് കുറച്ച് ചെറിയ ചുമന്നുള്ളിയാണ്. ഒരു 150 ഗ്രാം കാണും. 2 കഷ്ണം ഇഞ്ചി, ഒരു 6-7 ടല്ലി വെളുത്തുള്ളി, ഒരു വലിയ സവാള, ഒരു 3 പച്ചമുളക്. ഇത് ഞാൻ 1/2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വളരെ തിന്നായിട്ട് കട്ട് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. മപ്പാസ് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് അരിഞ്ഞ സവാള നമുക്കതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒരു പകുതി വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം. അത് ഞാൻ കനം കുറഞ്ഞാണ് അരിഞ്ഞേക്കുന്നത്. ഇനി നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമാകണ്ട, എന്നാലും ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമുക്ക് വീണ്ടും പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാല പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ചില ആൾക്കാർക്ക് മപ്പാസിൽ മുളക് പൊടി ചേർക്കുന്നത് ഇഷ്ടമല്ല, പക്ഷേ ഞാൻ എന്തായാലും ഇത്തിരി ചേർക്കും. കാരണം സ്റ്റൂ ആണെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കുരുമുളകിൻ്റെ എരിയാണ് നമ്മൾക്ക് കുറച്ച് കൂടി നിൽക്കുന്നത്, അതുകൊണ്ട് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. മസാല നല്ലതുപോലെ മൂത്തിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി. നമ്മളിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ ചിക്കനിൽ സെപ്പറേറ്റ് മസാലകളൊന്നും ചേർത്തില്ല, ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ആഡ് ചെയ്യുവാണ്. കാരണം ആ മസാലയും കൂടി ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല. ആവശ്യത്തിലുള്ള മസാല നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. ഇപ്പോൾ നമ്മളിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇന്ന് എനിക്ക് ഫ്രഷ് കോക്കനട്ട് അവൈലബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം തിക്നെസ്സിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എപ്പോഴും ഫ്രഷ് തേങ്ങാപ്പാലാണ് നല്ലത്, പക്ഷേ കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ? നമുക്കിനി ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിൽ തക്കാളി ഒന്നും ഇടുന്നില്ല പുളിക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ വിനീഗർ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ച് ചെറു തീയിൽ ഒരു 10-20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഒരു ഏകദേശ സമയമാകാറായി. നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്നു നോക്കാം. നല്ല മണം വരുന്നുണ്ട് ഇപ്പോൾ തന്നെ. ഏകദേശം അതൊന്ന് കുറുകി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉള്ളൂ ചേർക്കാൻ. നമുക്കിനി ഈ സ്റ്റേജിൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം, ഉപ്പൊക്കെ കറക്റ്റായിട്ടാണോ എന്ന്. ഒരിത്തിരി ഉപ്പ് കുറവുണ്ട്, അതുകൊണ്ട് ഞാനൊരു അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്യുവാണ് ഇതിലേക്ക്. നമ്മുടെ ഡിഷ് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കോക്കനട്ട് മിൽക്ക് പൗഡർ തന്നെ 2 ടേബിൾ സ്പൂൺ 1/2 ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയാണ് ഇപ്പം ആഡ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഒരു 1/2 ടീസ്പൂൺ ഫ്രഷായിട്ട് കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 തിള വന്നാൽ മതി. ഒരുപാട് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടില്ല. ഇനി ഈ തേങ്ങാപ്പാലിൽ ചേർന്നിട്ട് നല്ലതുപോലെ കുറുകി വരും. നമ്മുടെ ഡിഷ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെറിയ ഉള്ളി ഒന്ന് കടുവറുത്ത് ചേർക്കാം. ഞാൻ ചെറിയ ഉള്ളി ഒരു 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ ഈ ഡിഷിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഡിഷ് ശരിയായിട്ടുണ്ട് ഇവിടെ. ഇനി മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.